ഇന്ന് മലയാളികളുടെ പ്രിയങ്കരമായ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഒരു ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കേണ്ടത്. ചില പൊടിക്ക് കൂടുതൽ വെള്ളം ആവശ്യം വരും. നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ച് അരിപ്പൊടിക്കനുസരിച്ച് ഉണ്ടാവും. വെള്ളം തിളയ്ക്കുമ്പോൾ ആവശ്യമായ ഉപ്പ് പാകത്തിന്. പിന്നെ ഇതിൽ കുറച്ച് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത്. പിന്നെ സൺഫ്ലവറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൊഴിച്ച് കൊടുക്കാം. ഇനി വെള്ളത്തിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുക. ഇനി ഈ വാട്ടിയ പൊടി ഒന്ന് അടച്ചിട്ട് ഒരു പകുതി ചൂടാറുന്ന വരെ ഒന്ന് മാറ്റി വെക്കാം. അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഈ മാവ് ഒരു വടി മാതിരിയായി പോകും, സോഫ്റ്റ് കിട്ടൂല. ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ പൊടിയൊക്കെ ഏകദേശം ചൂടാറിയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം വരാം. നമ്മൾ പത്തിരിയൊക്കെ പരത്തി കുഴച്ചെടുത്തേ. ഇനി ഇതൊന്ന് ചുട്ടെടുക്കുക. ഇത് ഇന്ത്യൻ്റെ ഭൂപടം മാതിരിയൊക്കെ നിൽക്കണമെങ്കിൽ നോക്കണ്ട, കാരണം ഇത് പ്രസ്സിലല്ല പരത്തിയത്, പലകയും കൊയലും വെച്ചിട്ട് പരത്തി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കേട്ടോ. ചട്ടി നല്ല ചൂടായതിൻ്റെ ശേഷം പത്തിരി ഇടാവൂ. അങ്ങനെ നമ്മൾ ഫുള്ള് പത്തിരിയും ചുട്ടെടുത്തേനെ കേട്ടോ. ഒരു പത്തിരി ചുടുന്ന വീഡിയോ ഞാൻ കാണിച്ച്, ഫുള്ള് കാണിക്കണ്ടല്ലോ, ഒന്ന് കാണിച്ചാൽ തന്നെ അറിയാത്തവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഫുള്ള് വീഡിയോ കാണിക്കാഞ്ഞത്. പിന്നെ ഫുള്ള് വീഡിയോ കാണിച്ചാൽ ലെങ്ത്ത് കൂടും ചെയ്യും, അതുകൊണ്ടാണ്. അങ്ങനെ മലയാളികളുടെ സ്വന്തം പത്തിരി റെഡി. പത്തിരി കണ്ടിടുക, നല്ല ചിക്കൻ കറി ഇങ്ങോട്ട് ഒഴിക്കുക. അപ്പം പത്തിരിയും ചിക്കൻ കറിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.